Hi all, magic morning. Magic morning. Magic morning. Okay. അപ്പൊ എല്ലാവരും നല്ലൊരു മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞ് നല്ലൊരു ഫ്രഷ് മൈൻഡോട് കൂടെ ഇരിക്കുകയാണ് അല്ലെ. നിങ്ങളുടെ ഈ ഒരു ഫ്രഷ് മൈൻഡിലേക്ക് നല്ലൊരു സെഷൻ ആയിട്ടാണ് നമ്മുടെ ഓസിൻ സർ വന്നിട്ടുള്ളത്. ടോപ്പിക് ശ്രദ്ധിച്ചവരുണ്ടായിരിക്കും അല്ലെ. എന്താണ് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആരെങ്കിലും ശ്രദ്ധിച്ചവരുണ്ടോ? ഇപ്പൊ നോക്കരുത്, ഇപ്പൊ നോക്കാതെ ഓൾറെഡി ടോപ്പിക് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള ആരെങ്കിലും ഉണ്ടോ? നോക്കിയായിരുന്നു. ഐസ് വെച്ച് തുടങ്ങുന്ന എന്തോ സംഭവമാണെന്ന് തോന്നുന്നു. അതെയോ? വായിച്ചതാ. Rice on the rice. ഓക്കെ ഓക്കെ, താങ്ക് യു. ഐസ് ഓൺ ദി പ്രൈസ് അല്ലെ. കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. എന്നാലും നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് നമുക്ക് ഇതിനെ കുറിച്ച് ഓസ്റ്റിൻ സാർ ആയിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ഇന്നത്തെ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഓസ്റ്റിൻ സാർ ഇൻവൈറ്റ് ചെയ്യാണ്. സർ പ്ലീസ് വെൽക്കം. താങ്ക് യു മുഫീദ, താങ്ക് യു സോ മച്ച്. കഴിഞ്ഞ ആഴ്ച എത്താൻ പറ്റിയില്ല. ഞാൻ നിങ്ങളുടെ നാട്ടിൽ കൂടെ പോയി. കണ്ണൂര് വന്നിട്ടുണ്ടായിരുന്നു. ഇരിട്ടി ഉളിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. എൻ്റെ ഒരു കസിന്റെ കുട്ടിയുടെ ബാപ്റ്റിസത്തിന് വന്നതാണ്. അത് 2 days ഡ്രൈവ് ആയിരുന്നു, ട്രാവൽ ആയിരുന്നു. ഈ ആഴ്ചയും ഫ്രൈഡേ എനിക്ക് പറ്റില്ല, ഞാൻ ബാംഗ്ലൂർ പോവാണ്. അതുകൊണ്ട് പിന്നെയാണ് ഇന്നത്തെ ദിവസം മാറി ഞാൻ വന്നത്. അല്ലെങ്കിൽ ഞാൻ ഫ്രൈഡേസിലാണ് വരാറ്. അപ്പൊ എന്താണ് എല്ലാവരും ഐസൊക്കെ കണ്ടു. അപ്പൊ എന്താണ് ഐസ് ഓൺ ദ പ്രൈസ്? എന്താണ് അത്? എന്തായാലും മുഫീദ പറയിപ്പിക്കാൻ ശ്രമിച്ചു. എന്തായാലും ഒന്ന് പറഞ്ഞോട്ടെ, എന്തായിരിക്കും ഐസ് ഓൺ ദ പ്രൈസ് എന്ന് പറഞ്ഞാൽ? ബുൾസൈ ആണോ? നമ്മൾ പറയാറില്ലേ, കണ്ണുള്ളപ്പോഴേ കണ്ണിന്റെ വില അറിയില്ല. അത് ആ ഒരു ബന്ധപ്പെട്ട ബുൾസൈ അങ്ങനെയുണ്ടല്ലേ? അല്ല, വേറെ ആരെങ്കിലും ഇത് പോയിന്റ് ഉദ്ദേശിച്ചേ സാർ? മനസ്സിലായി. ആക്ച്വലി ഐസ് ഓൺ ദ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അതിനകത്തേക്ക് വരാം. അതിക്ക് മുമ്പ് ഞാൻ നിങ്ങളെ ഒരു പിക്ചർ കാണിച്ചു തരാം. ജസ്റ്റ് ഓക്കെ, സോറി. സോ ഇതില് നമ്മൾ കാണുന്നുണ്ട് ഒരു അർജുനൻ അമ്പുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. ഈ കഥ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു കഥയാണ്, അല്ലെങ്കിൽ രാമായണത്തിലോ മഹാഭാരതത്തിലോ ആണെന്ന് തോന്നുന്നു. അർജുന്റെ അടുത്ത് എല്ലാ വിദ്യകളും പഠിപ്പിച്ചിട്ട് അവസാനം ശിഷ്യന്മാരെയൊക്കെ നിർത്തിയിട്ട് ചോദിക്കുന്നത്, ഒരു മരത്തേല് അവരുടെ ആചാര്യൻ കണ്ടില്ല, ഓക്കെ, ആചാര്യൻ മരത്തേല് ഒരു കിളിയെ വെച്ചിട്ട് അതിനെ അമ്പ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ആദ്യം ഒരാളെ വിളിച്ചു കൊണ്ട് നിർത്തി, എന്നിട്ട് പറഞ്ഞു, നീ എന്ത് കാണുന്നു? അപ്പൊ പറഞ്ഞു, ഞാൻ ഈ ഇത് കാണുന്നു, മരം കാണുന്നു, മരത്തിന്റെ ഉള്ളിലെ ഇരിക്കുന്ന കിളിയെ കാണുന്നു. അപ്പൊ പറഞ്ഞു, നീ അമ്പ് ചെയ്യണ്ട, മാറുന്നോളാൻ പറഞ്ഞു. അടുത്ത ആള് വന്നു. അപ്പൊ ആള് പറഞ്ഞു, ഓക്കെ, ഞാൻ മരം കാണുന്നുണ്ട്, അതിനകത്ത് ചില്ലകൾ കാണുന്നുണ്ട്, അതിന്റെ ഉള്ളിലുള്ള ഒരു ഇതും നമ്മുടെ അമ്പയുടെ കിളീനും കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം അയാളോടും പറഞ്ഞു, ഓക്കെ, നീ അമ്പ ചെയ്യേണ്ട ആവശ്യമില്ല, നീ മാറുന്നോളാം. അർജുനനെ നിർത്തിയിട്ട് അർജുനോട് ചോദിച്ചു, ഭീഷ്മാചാര്യൻ ചോദിച്ചു, നീ എന്ത് കാണുന്നു? അപ്പൊ അർജുനൻ പറഞ്ഞു, ഞാൻ ആ കിളിയുടെ കണ്ണ് കാണുന്നു, ആ കിളിയുടെ കണ്ണാണ് ഞാൻ കാണുന്നതെന്ന് അർജുനൻ പറഞ്ഞു. അമ്പ ചെയ്തോളാൻ പറഞ്ഞു. കറക്റ്റ് ആ സ്പോട്ടില് കിളി താഴെ വീണു. സോ ഇത് നിങ്ങൾക്ക് ഇതിന്റെ ഒരു കോൺസെപ്റ്റ് മനസ്സിലായിരിക്കും. ഒരു കഥ കൂടി പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. ഒരു പൊട്ടക്കുളത്തില് കുറേ തവളകളുണ്ട്. അപ്പൊ ആ പൊട്ടക്കുളത്തിലുള്ള തവളകൾക്ക് വേണ്ടിയിട്ട് ഒരു മത്സരം സംഘടിപ്പിക്കുകയാണ്. പുറമെ കുറെ പേരുണ്ട്. കുറച്ച് തവളകള് പൊട്ടക്കുളത്തിലേക്ക് ചാടി, കുറെ തവളകൾ പുറത്ത് നിൽക്കുന്നുണ്ട്. മത്സരം ഇതാണ്, ഏറ്റവും ആദ്യം പൊട്ടക്കുളത്തിൽ നിന്ന് ചാടി പുറത്തെത്തുന്ന ആള് വിന്നർ. വലിയൊരു പ്രൈസ് കൊടുക്കും. അപ്പൊ പ്രൈസ് എല്ലാം റെഡിയാണ്, എല്ലാ പ്രൈസും റെഡിയാണ്. അപ്പോ തവളകൾ ചാടാൻ ആരംഭിച്ചു. നമുക്കറിയാം ചാടുന്നതിന് ഒരു ഹൈറ്റ് ഉണ്ട്. അപ്പൊ പുറമേ നിന്ന് അത്യാവശ്യം നല്ല
പൊക്കമുള്ള ഒരു കുളമാണ്. മീൻസ് നല്ല ഹൈറ്റ് ഉണ്ട്, ചാടി കിട്ടാവുന്നതിലേക്കാളും ഒരു പൊക്കമുള്ള ഹൈറ്റ് ആണ്. അപ്പൊ ഈ തവളകൾ ഇങ്ങനെ ചാടാൻ തുടങ്ങി. അപ്പൊ പുറമെയുള്ള ആൾക്കാരെന്ന് വെച്ചിരിക്കുന്നത്, നീ വെറുതെയാണ് ചാടുന്നത്, ഇത് ചാടിയിട്ടൊന്നും കാര്യമൊന്നുമില്ല, എങ്ങനെയാണ് ഇത് കിട്ടുന്നത്? അപ്പൊ കുറേ ചാടി കഴിഞ്ഞപ്പോ ഈ ആൾക്കാർ ഇങ്ങനെ വെച്ചിരിക്കുന്നുണ്ട്, ചാടിയിട്ടൊന്നും കാര്യമില്ല, എന്താണ് കളിയാക്കുന്നുണ്ട്. കുറെ കഴിഞ്ഞപ്പോ ബാക്കി തവളകളൊക്കെ ചാട്ടം നിർത്തി. അവര് മത്സരത്തിൽ നിന്ന് ഔട്ടായി, ഞങ്ങൾ ഇനി ചെയ്യുന്നില്ല എന്നാണ്. പക്ഷെ ഒരു തവള മാത്രം ചാട്ടം നിർത്തുന്നില്ല. തവള ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പുറമെയുള്ളവർക്കൂടെ ശബ്ദം കൂടി, എന്ത് പൊട്ടനാണ് നീ, ഇത്രയും നാളായിട്ട് ഇത് ചാടി കിടക്കാൻ പറ്റൂലേ എന്നൊക്കെ അറിഞ്ഞിട്ട് ഇവൻ ഈ ഒച്ച കൂടുന്തോറും ഇവന്റെ ചാട്ടം കൂടി. അങ്ങനെ അവസാനം ചാട്ടമൊക്കെ കൂടി ഇവൻ പുറത്തെത്തി കഴിഞ്ഞ് വലിയ സമ്മാനമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ സമ്മാനം കൊടുക്കുന്ന ആള് സമ്മാനം കൊടുത്തിട്ട് ചോദിച്ചു, ഹൗ ഡിഡ് യു ഡു ദാറ്റ്, നീ ഇതെങ്ങനെയാണ് ചെയ്തത്? അപ്പോ ഈ തവള പറഞ്ഞു, വാട്ട്, എന്ത്? കാരണം ഈ തവളക്ക് ചെവി കിട്ടൂടാ. ഈ തവളക്ക് എന്തറിയില്ല, ചെവി കിട്ടൂടാ, കാണാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ ഈ ചുറ്റും നിന്ന് ആളുകൾ മുഴുവൻ ഒച്ചെടുക്കുകയും ബഹളം വയ്ക്കുകയൊക്കെ ചെയ്തപ്പോ തവള വിചാരിച്ചത് തവളനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. സത്യത്തിൽ ഈ പറഞ്ഞ ചുറ്റുള്ള ആൾക്കാരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്, നിന്നെ കൊണ്ട് പറ്റൂല, ഒഴിവാക്കുന്നൊക്കെ പറഞ്ഞു. ചെവി കേൾക്കാത്തത് കൊണ്ട്, ഡിസ്ട്രാക്ഷൻ ഇല്ലാത്തത് കൊണ്ട് ആ തവള കപ്പടിച്ചു. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കും അതാണ്. എന്താണ്? ഐസ് ഓൺ ദ പ്രൈസ്. നമുക്ക് എന്താ വേണ്ടെന്നതിനുള്ള കൃത്യമായ നമ്മുടെ കണ്ണുകൾ പതിഞ്ഞു കഴിഞ്ഞാല് മാത്രമേ നമുക്ക് നമ്മൾ വിചാരിച്ച റിസൾട്ട് കിട്ടുള്ളൂ. അർജുനനോട് എന്ത് നീ കാണുന്നു എന്ന് ചോദിച്ചപ്പോ മരങ്ങളും ചെടികളും അതിന്റെ ഇലകളും ഒക്കെ കണ്ട് അതിൻ്റെ ഉള്ളിൽ ഒരു സാധനം ഉണ്ടെന്ന് പറഞ്ഞ അർജുനന് ഒരിക്കലും കണ്ണ് മാത്രം കാണുന്നു എന്ന് പറഞ്ഞ അർജുനന് മീൻസ് അത് ചെയ്യാൻ പറ്റുകയും ബാക്കിയെല്ലാം കണ്ടവർക്ക് ട്രൈ പോലും ചെയ്യണമെന്ന് പറഞ്ഞു, കിട്ടത്തില്ല. നമ്മുടെ കണ്ണുകൾ, നമ്മുടെ ഫോക്കസ് എവിടെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ സെഷനിൽ കാണുന്നത്. നമുക്കറിയാം ഒരുപാട് പ്രിൻസിപ്പിൾസും ടോപ്പിക്സും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷെ അൾട്ടിമേറ്റ് ആയിട്ട് ഞാനും നിങ്ങളും സ്ട്രഗിൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് വി ആർ നോട്ട് ഫോക്കസ്ഡ് അറ്റ് ഓൾ. ഡിസ്ട്രാക്ഷന്റെ ഒരു വൻ ലോകത്താണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് എന്നുള്ളത് വലിയൊരു സങ്കടകരമായ കാര്യമാണ്. അല്ലേ? ആണോ അല്ലയോ? കാര്യം ഇന്ന് നമ്മുടെ ഡിസ്ട്രാക്ഷൻസ് എന്തൊക്കെയാണ് ഒന്ന് പറയാവോ? എന്തൊക്കെയാണ് നമ്മുടെ ഡിസ്ട്രാക്ഷൻസ്? മൊബൈൽ തന്നെ ഫസ്റ്റ്. ഏറ്റവും ആദ്യം നമുക്ക് വരുന്ന ഒരു സാധനം എന്താണ്? നമ്മുടെ മൊബൈൽ ഫോൺസ് തന്നെയാണ്. പിന്നെ എന്തൊക്കെ ഡിസ്ട്രാക്ഷൻസ് വരാം? നിങ്ങളൊന്ന് വെറുതെ, ഞാൻ പറയണെങ്കിൽ വെറുതെ ഒന്ന് കണ്ണടച്ചൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ അടക്കമുള്ള കാര്യമുണ്ട്, ഞാൻ ഒരിക്കലും നിങ്ങളെ മാത്രം കുറ്റം പറയുന്നില്ല. ഞാൻ അടക്കമുള്ള നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാല് നമുക്ക് 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് പോലും ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റൂല. നമ്മൾ ഒരു കാര്യത്തിലേക്ക് ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴേക്കും അയ്യോ കോള് വല്ലതും വന്നോ, വാട്സപ്പിൽ മെസ്സേജ് വന്നോ, മറ്റേത് വന്നോ, അല്ലെങ്കിൽ ഇനിയിപ്പോ മറ്റേ വർക്ക്. എന്റെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ഞാനൊക്കെ ഒരു കാര്യം ചെയ്യാനിരിക്കുമ്പോഴേക്കും ആലോചിക്കും, അശ്ശു മറ്റേത് ചെയ്തില്ലല്ലോ, അത് ചെയ്യണ്ടേ, ആ മെയിൽ അയച്ചില്ലല്ലോ, ഇത് അയച്ചില്ലല്ലോ. ഒരു കാര്യത്തിലും കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റാത്തതാണ് നമ്മുടെയൊക്കെ ഒരു ഏറ്റവും വലിയൊരു പ്രശ്നം. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇപ്പൊ ഞങ്ങൾക്ക് ഒരു റെപ്രസെന്റേഷൻ പോലെ നിങ്ങൾ നോക്കണം. ഇപ്പൊ സ്ക്രീനിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ മെന്റൽ ഇങ്ങനെ ചാനൽ സർഫിംഗ് ആണ്. നമുക്കറിയാലോ കേബിൾ ടി വി. ഇപ്പൊ കേബിൾ ടി വി പോയി തുടങ്ങിയ ആൾക്കാരുടെ ഇന്ന് മൊബൈൽ ഫോൺ വന്നതിന് ശേഷം നമ്മളൊരു കേബിൾ ടി വി കാണാതിരിക്കുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. പണ്ട്, ഇപ്പൊ എത്ര പേര് കേബിൾ ടി വി കാണുമെന്ന് എനിക്കറിയാം. നമ്മൾ ആദ്യം ഒരു ചാനൽ വയ്ക്കും, കുറച്ച് കഴിഞ്ഞ് ഇതിനകത്ത് പരസ്യം വരുമ്പോൾ നമ്മൾ അടുത്ത ചാനൽ വയ്ക്കും, അവിടെ പരസ്യം വരുമ്പോൾ ഇപ്പുറത്തെ ചാനൽ വയ്ക്കും, അത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്റർടൈൻമെന്റ് ചാനൽ വയ്ക്കും, കുറച്ച് കഴിയുമ്പോൾ ന്യൂസ് ചാനൽ വയ്ക്കും, കുറച്ച് കഴിയുമ്പോൾ വേറെ ചാനൽ വയ്ക്കും. ഇങ്ങനെ ഇതുപോലെ നമ്മുടെ മനസ്സ് നമ്മളിങ്ങനെ ചാനൽ മാറ്റിക്കൊണ്ടിരിക്കുക. നമ്മൾ ആദ്യം വിചാരിക്കും ഓക്കെ എക്സസൈസ് ചെയ്യാം, അതല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഓക്കെ ഇന്ന കാര്യം ചെയ്യാം, അത് കഴിയുമ്പോൾ മറ്റേ കാര്യം ചെയ്യാം. എന്താ പറ്റുന്ന വെച്ചാല് നമ്മള് എവിടെയും എങ്ങനെയും എത്താതെ പോകുന്നു എന്നുള്ളതാണ് ഇന്ന് മനുഷ്യരാശി ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്ക് ഒരു കാര്യത്തിലും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല.
അതിന് ബഷീർ സാറ് പറഞ്ഞ പോലെ ഏറ്റവും വലിയ പ്രോബ്ലം ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോൺസ് തന്നെയാണ്. ഇപ്പൊ നമുക്ക് വാട്സപ്പ് ഉണ്ട്, നമ്മള് ഒന്നില്ലെങ്കിൽ മെസ്സേജ് വന്ന് നോക്കും. ഇപ്പൊ എല്ലാവരും മെസ്സേജ് വരില്ല നോക്കല് കുറച്ചു. കാര്യം എന്ന് വെച്ചാൽ അതിൽ കൂടുതൽ ഇപ്പൊ നമ്മൾ സ്റ്റാറ്റസ് നോക്കുന്നത്, മറ്റുള്ളവർ എന്താ സ്റ്റാറ്റസ് ഇരിക്കുന്നത്, അതിൽ കോമഡി ഉണ്ടോ, അതിൽ അവരുടെ ലൈഫ് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നു, അപ്പൊ സ്റ്റാറ്റസിലേക്ക് നോക്കും. ഇനി സ്റ്റാറ്റസും മെസ്സേജും നമുക്ക് കാര്യമായിട്ടൊന്നും വന്നിട്ടില്ലെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ ഫോൺ മാറ്റി വെച്ചിട്ട് എന്തെങ്കിലും വർക്ക് ചെയ്യാനിരിക്കും. അപ്പൊ നമ്മൾ യൂട്യൂബിൽ റീൽസ് കാണും, ഇൻസ്റ്റയിൽ പോകും, ഇൻസ്റ്റയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾക്കറിയോ ഈ നമ്മൾ എത്ര സമയം ഒരു ആപ്പിൽ ചെലവഴിക്കുന്നു എന്നുള്ളതാണ് ആ ആപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കമ്പനിക്ക് പൈസ കിട്ടിയിട്ടുള്ളത്. എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ ഒരു ആപ്പില് എത്ര സമയമാണ് അതിനകത്ത് സ്പെൻഡ് ചെയ്യുന്നത്, അതാണ് ആ കമ്പനിയുടെ പ്രോഫിറ്റ്. അപ്പോൾ ഓരോ ആപ്പ് ഡെവലപ്പ് ചെയ്യുന്ന ആളുകളുടെയും ഏറ്റവും പ്രൈം ഫോക്കസ് എന്ന് വെച്ചാല് 5 മണിക്കൂറോ 10 മണിക്കൂറോ ഈവൻ കണ്ണിമ ചിമ്മാതെ എന്റെ ആപ്പ് മാത്രം നോക്കണം എന്നുള്ളതാണ് അവന്റെ ഏറ്റവും വലിയ പ്രൈം എയിം. അവർ അതിനു വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഫേസ്ബുക്കിന്റെയും യൂട്യൂബിന്റെയും ഒക്കെ റെവല്യൂഷൻ നോക്കി അറിയാൻ പറ്റും. പണ്ട് ഫേസ്ബുക്കിലൊക്കെ നമ്മളൊരു ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോണ സമയത്ത് നമ്മളൊരു വീഡിയോ കണ്ടു. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് കാണണോ വേണ്ടെന്നൊക്കെ നമ്മൾ കുറച്ച് ആലോചിച്ച് നമ്മൾ അതുമ്പോൾ ക്ലിക്ക് ചെയ്യും. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് പതുക്കെ ഇങ്ങനെ വട്ടമൊക്കെ കറങ്ങി അവിടെ വീഡിയോ പ്ലേ ചെയ്യണം. ആ സമയം കൊണ്ട് നമ്മുടെ മനസ്സ് ചിലപ്പോൾ മാറും, ഇത് വേണ്ട നമുക്ക് സ്കിപ്പ് ചെയ്യാന്ന് വിചാരിക്കും. പക്ഷേ ഇന്ന് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ, ഫേസ്ബുക്കിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ആ വീഡിയോ പ്ലേ ആവും. യു ഡോണ്ട് നീഡ് ടു പ്രസ് പ്ലേ ബട്ടൺ. അവർ ആ ഫീച്ചർ എടുത്ത് കളഞ്ഞു. ഓട്ടോമാറ്റിക് പ്ലേ സിസ്റ്റം ഇസ് ഓൾറെഡി ക്രിയേറ്റഡ്. യൂട്യൂബിൽ നോക്കിയേ, ഒരു വീഡിയോ നിങ്ങൾ പ്ലേ ചെയ്ത് കഴിയുമ്പോൾ തന്നെ അടുത്ത വീഡിയോ സ്റ്റാർട്ട് ചെയ്യും. മറ്റേ നമ്മുടെ റീൽസിൽ നമ്മളിങ്ങനെ തട്ടി ഒരെണ്ണം കണ്ട് അപ്പൊ തന്നെ അടുത്ത്. ഇൻസ്റ്റയിലും അങ്ങനെ തന്നെ. കാരണം വെച്ചാല് നമ്മള് ഇനി വേറെ ഒന്നിലേക്കും ഒരു സെക്കൻഡെങ്കിലും പ്ലേ ബട്ടൺ പോസ് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മളെ ചിന്ത മാറി പോവരുത് എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. അവരുടെ ആപ്പിൽ തന്നെ ഫോക്കസ് ചെയ്യുന്നുള്ളതാണ്. സത്യത്തിൽ നമുക്ക് എന്താ പറ്റുന്നത്, മണിക്കൂറുകൾ നഷ്ടമാണ്. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, വീഡിയോസ് ഒക്കെ ആരും ലോങ് വീഡിയോസ് കാണുന്നില്ല, എല്ലാം ഷോർട്ട് വീഡിയോസ് കാണുന്നത്. എന്നാ ഇപ്പൊ നമ്മൾ വിചാരിക്കും 1 മിനിറ്റിന്റെ വീഡിയോ അല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ എത്ര മണിക്കൂറാണ് ഷോർട്ട് വീഡിയോസിന് വേണ്ടി ചെലവാക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മളെ ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം പേരും, അല്ലെങ്കിൽ ഞാനടക്കമുള്ള ഈ ഭൂമിയിലുള്ള ആളുകളൊക്കെ ഫോക്കസ്ഡ് അല്ലാത്തതിന്റെ പേരിൽ മാത്രമാണ് നമുക്ക് പല റിസൾട്ട്സും കിട്ടാത്തത്. ബാക്കി ഫെയിലിയേഴ്സിന്റെ കാര്യങ്ങളൊക്കെ വരും, പക്ഷെ വി ആർ നോട്ട് ഫോക്കസ്ഡ് അറ്റ് ഓൾ. ഞാൻ നിങ്ങളെ ഒരാളെ പരിചയപ്പെടുത്തി തരാം. ഒരു മിനിറ്റ്. ഓക്കെ, ഇദ്ദേഹത്തിന്റെ പേര് നിങ്ങൾക്ക് അറിയാം. ഇദ്ദേഹമാണ് ആൻഡ്രൂ കാർണഗി. ഒരു സ്റ്റീൽ മാനുഫാക്ചറിങ് പ്ലാന്റ് ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ ഏറ്റവും രസം വെച്ചാൽ ഇദ്ദേഹം അമേരിക്കയിലേക്ക് കുടിയേറിയതാണ്. 1889 അദ്ദേഹത്തിന്റെ കാർണഗി സ്റ്റീൽ കോർപ്പറേഷൻ എന്ന് പറഞ്ഞൊരു വലിയൊരു സാമ്രാജ്യമുണ്ട്. അതിൽ നിന്ന് കോടികൾ അദ്ദേഹം പൈസ ഉണ്ടാക്കി. അന്തകാലത്ത്, അതായത് 1889 കാലഘട്ടങ്ങളിൽ ഇദ്ദേഹത്തിന്റെ ലൈഫ് സ്പാൻ പറഞ്ഞു വെച്ചാൽ അദ്ദേഹം ജീവിതത്തിന്റെ പകുതി പ്രായം എന്ന് വെച്ചാൽ ഒരു 30-40 വയസ്സോളം അദ്ദേഹം പണം സമ്പാദിച്ചു. 40 വയസ്സ് മുതൽ ഇദ്ദേഹത്തിന്റെ എൻഡ് വരെ അദ്ദേഹം ഈ പണം മുഴുവനും ചാരിറ്റിക്ക് കൊണ്ടുകൊടുത്തു. അന്തകാലത്ത് അദ്ദേഹം 350 മില്യൺ US ഡോളറാണ് ഡൊണേറ്റ് ചെയ്തത്. അതിന്റെ വാല്യൂ ഇന്ന് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഒരു കോടീശ്വരന്മാർക്കും അത്രയും പൈസ ഇല്ല. 76.9 ബില്യൺ ഡോളേഴ്സ് ഇന്നത്തെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം അന്തകാലത്ത് ഡൊണേറ്റ് ചെയ്തു. അത്രയും സച്ച് എ റിച്ച് പേഴ്സൺ ആയിരുന്നു ആൻഡ്രൂ കാർണഗി. അപ്പൊ ഇദ്ദേഹത്തിന്റെ ബിസിനസ് ഒക്കെ ഡെവലപ്പ് ചെയ്തു വരുന്നു. ഇദ്ദേഹം ഡേ ബൈ ഡേ ഭയങ്കരമായിട്ട് ഫിനാൻഷ്യലി സക്സസ് ആവുന്നു. ഇദ്ദേഹം ഒരുപാട് പണം സമ്പാദിക്കുന്നു. ഇദ്ദേഹത്തിന്റെ എല്ലാ ഡിവിഷൻസിലെയും ഭയങ്കരമായിട്ട് പ്രോഫിറ്റ് വരുന്നു. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഭയങ്കര സസ്പീഷ്യസ് ആയിട്ട് ഇദ്ദേഹത്തെ നോക്കുന്നത്. സസ്പീഷ്യസ് എന്ന് വെച്ചാൽ ഇദ്ദേഹം എങ്ങനെയാണ് ഇത്രയും പൈസ ഉണ്ടാക്കുന്നത്? കള്ളത്തരമില്ലാതെ ഇത്രയും സക്സസ് ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. പല സ്ഥലത്തു നിന്നും ഒരു ഊമക്കത്തുകൾ സർക്കാരിന് കിട്ടാൻ തുടങ്ങി. പല ആളുകളും കംപ്ലൈന്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹത്തെ ഓഡിറ്റ് ചെയ്യാനായിട്ട്, അദ്ദേഹത്തിന്റെ ഈ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് എല്ലാം പക്കയാണോ അല്ലെങ്കിൽ ഇദ്ദേഹം കള്ളത്തരം ചെയ്യണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വലിയൊരു ടീമിനെ തന്നെ അന്നത്തെ US ഗവൺമെന്റ് നിയോഗിച്ചു. അങ്ങനെ അവര് ഇദ്ദേഹത്തിന്റെ പ്ലാന്റിൽ വരികയും ഓഡിറ്റ് ചെയ്യുകയും കംപ്ലീറ്റ് റെക്കോർഡ്സ് ചെക്ക് ചെയ്തപ്പോഴും ഇദ്ദേഹം ഒരു രൂപ പോലും തെറ്റായ രീതിയിൽ സമ്പാദിച്ചില്ലെന്ന് അവർക്ക് മനസ്സിലായി. ഒരു രൂപ പോലും, മീൻസ് അന്നത്തെ കാലത്ത് ഒരു രൂപയിലെ ഒരു ഡോളർ പോലും അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയാ അൺഎത്തിക്കൽ ആയിട്ടുള്ള ഒരു മണി ഇല്ല എന്ന് അവർക്ക് മനസ്സിലായി. ആൻഡ് ദേ സർപ്രൈസ്ഡ്. ഇത്ര ഷോർട്ട് ടൈമിൽ ഇത്രയും വെൽത്ത്
എങ്ങനെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു? സോ വാട്ട് ഈസ് ദ സീക്രട്ട് ബിഹൈൻഡ് ദിസ്? അപ്പോൾ അദ്ദേഹം അവരോട് പറഞ്ഞ ഒരു മറുപടി ഇതാണ്: I can keep my mind focused on something for 5 minutes at a stretch. I can keep my mind focused on something for 5 minutes at a stretch. ഒരു സ്ട്രെച്ചിൽ 5 മിനിറ്റ് എനിക്ക് ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. ക്യാൻ യു ഡു ഇറ്റ്? വന്ന ഉദ്യോഗസ്ഥരോട് അദ്ദേഹം ചോദിച്ചാണ്, 5 മിനിറ്റ് ഒറ്റ കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യാൻ ക്യാൻ യു ഡു ഇറ്റ്? ഐ ക്യാൻ ഡു ഇറ്റ്. If you can focus on something on minimum 5 minutes or maximum whatever the month, നിങ്ങൾക്കും ഇതുപോലെ സക്സസ് ആവാൻ പറ്റും. നമ്മൾ വിചാരിക്കും 5 മിനിറ്റ് അല്ലേ ഒരു സമയം. നിങ്ങളൊന്ന് മെഡിറ്റേഷൻ ഒന്ന് ആലോചിച്ച് നോക്ക്. ചിന്തകളില്ലാതെ മെഡിറ്റേഷനിൽ 1 മിനിറ്റ് അച്ചീവ് ചെയ്ത് എത്ര പേരൊന്ന് ഹാൻഡ് റൈസ് ചെയ്യാവും? അതായത് 1 മിനിറ്റ് എനിക്ക് വിത്തൗട്ട് എനി തോട്ട്, വൺ സിംഗിൾ തോട്ടിൽ ഇരിക്കാൻ പറ്റുന്നുള്ളൊന്ന് ഹാൻഡ് റൈസ് ചെയ്യാവോ? അല്ലെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്താലും മതി. ഐ ക്യാൻ 1 മിനിറ്റ് വിത്തൗട്ട് എനി തോട്ട്സ്, എനി മെഡിറ്റേഷൻ. ആരുമില്ലേ? കേൾക്കാണ്ടാണോ? നോ. എനിവൺ? 1 മിനിറ്റ്, 2 മിനിറ്റ്സ്, 3 മിനിറ്റ്സ്? ഒരാളും ഇല്ലേ ഇവിടെ ഉള്ളത്? ആദ്യത്തെ നോ ഞാനാണ്, എനിക്ക് പറ്റൂലേ. 1 മിനിറ്റ് ചിന്തകളൊക്കെ ഏതാ? ഒരു എന്തെങ്കിലുമൊക്കെ മിനിറ്റിൽ thoughts ഇങ്ങനെ സുജിത് സാർ എന്താ പറഞ്ഞ കേട്ടില്ല. അല്ല, നമ്മൾ എന്തെങ്കിലും ഫോക്കസ് ചെയ്യുമ്പോഴേക്കും എന്തെങ്കിലും ചിന്തകൾ കയറി വരും. പിന്നെ നമ്മള് വരുന്നൊന്ന് മനസ്സിലാക്കും, ചിന്തകൾ വെരി വരുന്നുണ്ട് ഗുഡ്, വെരി മനസ്സിലാക്കും. ഗുഡ്. ട്രൂ ആണ്, സത്യമാണ്. ആരും സംടൈംസ് മണി സാർ പറഞ്ഞു, ഓക്കെ, സംടൈം ബീന മാം പറഞ്ഞു. ഭൂരിഭാഗം പേരും നോ എന്നായിരിക്കും ഉത്തരം. അറ്റ്ലീസ്റ്റ് 1 മിനിറ്റ് വി കാൻ ഫോക്കസ് ഓൺ സിംഗിൾ തിങ്. ബഷീർ സാറേ, സാറിന്റെ അവസ്ഥ എന്താണ്? സാർ മെഡിറ്റേറ്റ് ചെയ്യാറുണ്ടോ? മെഡിറ്റേഷൻ ഒരു 10-20 കൊല്ലമായി ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഞാൻ ആലോചിക്കുന്നതാണ്, സാധിക്കുന്നില്ല. യെസ്, അറ്റ്ലീസ്റ്റ്, അതായത് ഞാൻ പറഞ്ഞത് ആരുടെയും കുഴപ്പമില്ല. ബട്ട് ഇഫ് യു ക്യാൻ ഫോക്കസ്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വിത്തൗട്ട് തോട്ടില് ഒരു 3 മിനിറ്റ്സ് എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ, അദ്ദേഹം ഒരു നിർവ്വാണ അവസ്ഥ എന്ന് പറയാ. അവിടെയാണ് 5 മിനിറ്റ് നമ്മുടെ ആൻഡ്രൂ കാർണിഗിക്ക് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞത്. അപ്പൊ ഞാനും നിങ്ങളോടൊപ്പം തുടങ്ങുകയാണ്. കാര്യം എനിക്കും ഇതുപോലെ 1 മിനിറ്റ് നമ്മളിങ്ങനെ കണ്ണടക്കുമ്പോഴേക്കും നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് ചിന്തകൾ വരും. അത് വന്നേ മാറുള്ളൂ എന്നാ പറയണേ. പതുക്കെ പതുക്കെ മാറുള്ളൂ. ഞാനും അതിനുള്ള ശ്രമത്തിലാണ്. നമ്മളും ശ്രമിച്ചു കഴിഞ്ഞാൽ, ഇഫ് യു ക്യാൻ ഫോക്കസ് ഓൺ വൺ തിങ് വിത്തൗട്ട് ഡിസ്ട്രാക്ഷൻ, ദെൻ ദ റിസൾട്ട് ഈസ് അമേസിങ്. അപ്പൊ അത് നമ്മുടെ ഈ പറഞ്ഞ ധ്യാനത്തിൽ മാത്രമല്ല, എല്ലാതെയും നമുക്ക് ഡിസ്ട്രാക്ഷൻസ് മാറ്റണം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെ കുറച്ച് ടിപ്സ് തരിക എന്നുള്ളതാണ്. ഞാൻ നെക്സ്റ്റ് ടൈം അതിനകത്ത് വേറൊരു കാര്യങ്ങൾ ചെയ്തുതരാം. അതിനൊരു മെഡിറ്റേഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാരണം ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം ഇപ്പൊ ഞാൻ തന്നെ ആണെങ്കിലും ഓഫീസിൽ പലപ്പോഴും വർക്ക് ചെയ്യുന്ന സമയത്ത് എന്റെ പ്രൊഡക്ടിവിറ്റി ഭയങ്കര കുറവാണ്. കാര്യം വെച്ചാൽ ഞാൻ എപ്പോഴും കാണുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യാനിരിക്കും, അപ്പോഴേക്കും ഒരു ആസ് എ ജനറൽ മാനേജർ ഐ നീഡ് ടു ആളുകളെ അറ്റൻഡ് ചെയ്യണം. നമ്മളൊരു വർക്ക് ചെയ്യാനിരിക്കുമ്പോഴേക്കും ഒരാൾ വരും, സർ അതെന്ത് ചെയ്യണ്ടേ സാർ, ഇതെന്ത് ചെയ്യണ്ടേ സാർ, അങ്ങനെ എങ്ങനെ ചെയ്യണ്ടേ സാർ, ഇതെങ്ങനെ ചെയ്യണ്ടേ സാർ. നമുക്ക് കണ്ടിന്യൂസ് ഡിസ്ട്രാക്ഷൻസ് വരും. സോ ഇപ്പൊ ഞാൻ മാറ്റി, എന്റെ ടൈമിങ്സിലൊക്കെ മാറ്റി. നാളെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതിനു ശേഷം നമ്മൾ ടൈമിങ്സിലൊക്കെ മാറ്റി. നമ്മളില്ല, അപ്പൊ നമുക്ക് കാണാൻ പറ്റൂല, അല്ലെങ്കിൽ ഇതുപോലെ ചെയ്യാൻ പറ്റുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ 1-2 മാഡംസ് അവരും അവരുടെ ലൈഫിൽ അത് ഇംപ്ലിമെന്റ് ചെയ്തായിരുന്നു. അപ്പം നമുക്ക് ജസ്റ്റ് ഒരു വീഡിയോ കാണാം. എന്തൊക്കെ സംഭവിച്ചാലും നമ്മുടെ ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കുന്നത്. ഇതൊരു ബെൻസിന്റെ പരസ്യമാണ്, ബട്ട് ഇറ്റ്സ് ക്വൈറ്റ് ടു സീ, നൈസ് ടു സീ. 3, 2, 1. നിങ്ങൾ എത്ര പേര് കാണുന്നുണ്ടെന്ന് അറിയണം. നിങ്ങൾ ഇത് അറിയാമോ? ആ ചിക്കന്റെ
ഹെഡ് നിങ്ങൾ ശ്രദ്ധിച്ചോ? താഴെ എന്ത് സംഭവിച്ചാലും ഹെഡ് ഈസ് പക്ക പക്ക അതായിട്ട് കറക്റ്റ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോ ഞാനിതൊരു റെപ്രസെന്റേഷന് വേണ്ടി കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ഇപ്പൊ എന്തെങ്കിലും ഒരു വർക്കിന് ഇരിക്കുകയാണെങ്കിൽ ഫസ്റ്റ് തിങ് വി ഹാവ് ടു എലിമിനേറ്റ് ഡിസ്ട്രാക്ഷൻസ് എന്നുള്ളതാണ്. ഇപ്പൊ മൊബൈൽ ഫോണാണ് നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മുറിയിലോട്ട് പൂട്ടി വെക്കണം. നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് മൊബൈൽ ഫോൺ വെക്കണം. കോള് വന്നാൽ എടുക്കണ്ട, ഒന്നും സംഭവിക്കില്ല. അപ്പൊ ഞാൻ പലപ്പോഴും വൈഫൊക്കെ ഞാനിപ്പം ഫോണൊക്കെ ചെയ്തോണ്ടിരിക്കും. ചിലപ്പോൾ എന്റെ ബോസ്, ഞാൻ വേറെ ആരും വിളിച്ചാലും അത്രയും ലോങ് വർക്കല്ല, ചിലപ്പോൾ എന്റെ ബോസ് ഒക്കെ വിളിച്ചിട്ട് ചിലപ്പോൾ ഹാഫ് ആൻ അവർ ഒക്കെ സംസാരിക്കും. ഒരു ദിവസം ഇതുപോലെ ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വൈഫ് കോൾ ചെയ്യാൻ തുടങ്ങി. ബോസ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വൈഫിന്റെ ഇടയിൽ വിളിച്ചു. അപ്പൊ കോൾ വെയിറ്റിംഗ് ഞാൻ കാണുന്നുണ്ട്. ഞാൻ കോൾ എടുത്തില്ല. കാരണം അദ്ദേഹം ഖത്തറിൽ നിന്നാണ് വിളിക്കുന്നത്. അപ്പൊ എനിക്ക് ആ കോള് ഡിസ്കണക്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല. വൈഫ് ആണെങ്കിൽ ഇങ്ങനെ കണ്ടിന്യൂസ് വിളിച്ചുകൊണ്ടിരിക്കുക. ഞാൻ കോൾ എടുത്തില്ല. ഞാൻ സാറായിട്ടുള്ള കോള് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് വൈഫിന്റെ തിരിച്ചു വിളിച്ചപ്പോഴേക്കും അറിയാലോ, സാധാരണ ഭാര്യമാരുടെ സ്വഭാവം അറിയാലോ, ഭയങ്കരമായിട്ട് ചൂടായി. എന്നോട് പറഞ്ഞു, എന്താണ് നിങ്ങൾ ഫോൺ എടുക്കാൻ, എന്താണ് ഇപ്പൊ ഞാൻ വല്ലയിടത്തും അപകടം പറ്റി കിടന്നിട്ടാണ് നിങ്ങളെ വിളിക്കണമെങ്കിൽ ഇപ്പൊ അറിയാൻ പറ്റൂ എന്നൊക്കെ ചോദിച്ചിട്ട് ചൂടായി. ഞാൻ പറഞ്ഞു, ഇപ്പൊ എവിടെയെങ്കിലും അപകടം പറ്റി കിടന്നാലും ഈ 2 മിനിറ്റ് കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നീയിപ്പോ എന്തായാലും എന്റെ തൊട്ടടുത്തല്ലാന്ന് എനിക്കറിയാം. അല്ല, എനിക്ക് ഓടി വന്ന് നിന്നെ സഹായിക്കാൻ, ഞാൻ ജോലി സ്ഥലത്താണ്, നീ വീട്ടിലാണ്. അപ്പൊ എനിക്ക് ഓടി വന്നൊന്നും ചെയ്യാനില്ല. ആരെങ്കിലും ഒക്കെ നിന്നെ നോക്കിക്കോളൂ, ആരെങ്കിലും എടുത്തുകൊണ്ട് നോക്കോളൂ. അല്ലാതെ ഇവിടെ നിന്ന് ഈ കോൾ അറ്റൻഡ് ചെയ്ത് ഞാൻ അവിടെ പറന്നു വരാൻ എനിക്ക് ചിറകില്ല, എന്റെ കയ്യില് മറ്റേ ബോയിങ് ഒന്നുമില്ല. എന്തായാലും ഇറ്റ് ടേക്ക് സം ടൈം. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് ബോധറായിട്ട് ഒരു കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് മോളെ, ഇതാണ് എന്റെ ബോസ് ആയിരുന്നു വിളിച്ചിരുന്നത്, എന്റെ ഗേൾ ഫ്രണ്ട് ഒന്നുമല്ല. അപ്പൊ അതുകൊണ്ട് നീ പേടിക്കണ്ട. അപ്പൊ ഗേൾ ഫ്രണ്ടിനെ നമ്മൾ കട്ട് ചെയ്ത് വേഗം എടുക്കും. കാര്യം നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോ അത് ഞാൻ പറഞ്ഞാൽ, അപ്പൊ അത്രയും നമ്മള് ഡിസ്ട്രാക്ഷൻസിനെ നമ്മൾ ഒഴിവാക്കിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ജീവിതത്തിൽ പ്രോഗ്രസ് ചെയ്യാൻ പറ്റില്ല. നമ്മളെല്ലാവരും ഈ സാധാരണ ആളുകളായി മാറിപ്പോണതിന്റെ ഏറ്റവും വലിയ റീസണും ഈ ഓവർ ഡിസ്ട്രാക്റ്റഡ് ആണ് എന്നുള്ളതാണ്. കാര്യം നമ്മുടെ എൻവയോൺമെന്റ് അങ്ങനെയായി. ഇനിയിപ്പോ ഞാൻ തന്നെ പലപ്പോഴും വീട്ടിലിരിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മൾ എവിടെയെങ്കിലും നിന്ന് വർക്ക് ചെയ്യുമ്പോഴേക്കും വൈഫ് വന്നിട്ട് എന്തെങ്കിലും ചോദിക്കും, അതല്ലെങ്കിൽ പിള്ളേര് വന്ന് എന്തെങ്കിലും പറയും, അതല്ലെങ്കിൽ നമുക്ക് വീട്ടിലിരുന്ന ഓഫീസിലിരുന്ന പിന്നെ നമ്മുടെ സ്റ്റാഫിന്റെ ആൾക്കാരൊക്കെ വരും. അപ്പൊ നമ്മൾ എപ്പോഴും എന്തെങ്കിലും നമുക്ക് വളരെ ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഒരു ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു സ്ഥലം വേണമെന്നുള്ളതാണ്. നമുക്കറിയാം, ആളുകൾ 2 ടൈപ്പ് ഉണ്ട്, ഇൻട്രോവേർട്ടും ഉണ്ട്, എക്സ്ട്രോവേർട്ടും ഉണ്ട്. എല്ലാ ആളുകൾക്കും എക്സ്ട്രോവേർട്ട് ആൾക്കാരെ ഇഷ്ടം, പീപ്പിൾ പ്ലീസിങ് ആയിരിക്കും, അവർ വർത്താനം പറയും, തമാശക്ക് പറയും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ ഇൻട്രോവേർട്ട് ആൾക്കാരാണ്. ഏറ്റവും കൂടുതൽ, ഞാൻ അതിനൊരു കമ്പാരിസൺ ചെയ്യുന്നില്ല, പബ്ലിക് സ്പീക്ക് ചെയ്തിട്ടൊക്കെ വലിയ വലിയ നേതാക്കന്മാരായ ആൾക്കാരുണ്ട്. ഇപ്പൊ നിങ്ങൾ ഐൻസ്റ്റീൻ എടുത്തോ, സച്ചിൻ ടെണ്ടുൽക്കർ എടുത്തോ, ഈവൻ നമ്മുടെ ഇപ്പോഴത്തെ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ഫഹദ് ഫാസില്, ഈവൻ മോഹൻലാൽ പോലും, മമ്മൂട്ടിയൊക്കെ ആണെങ്കിലും അവരൊക്കെ അവരുടെ കാര്യം മാത്രം സംസാരിക്കുക, അല്ലെങ്കിൽ പബ്ലിക്കിൽ അവരുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ അവർ നല്ലതായിരിക്കും, പക്ഷെ പബ്ലിക്കിൽ വരുമ്പോൾ അവർ ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും. നമ്മുടെ ചെമ്പൻ വിനോദ്, ഞാൻ ഈ അടുത്താണ് അറിഞ്ഞത്, ചെമ്പൻ വിനോദ് സിനിമയിലൊക്കെ ഭയങ്കരമായിട്ട് അഭിനയിക്കും, പക്ഷെ പുള്ളിയുടെ അടുത്ത് സ്റ്റേജിൽ കയറുന്ന ഒരു കാര്യം പറയാൻ പറഞ്ഞാൽ പറയില്ല. അപ്പൊ ഇവരെന്നൊക്കെ പറഞ്ഞാൽ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരുടെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ദോഷമാണ് ഈ ഡിപ്രഷനിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാല് ഇവര് സെൽഫ് കമ്പനി എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ്. എന്ന് വെച്ചാൽ അവർക്ക് ഇപ്പം ആരില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. അവര് അവരുടേതായ കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യും, പഠിക്കും, അവരതിനെ മുന്നോട്ട് പോകും. സച്ചിനും അവരൊക്കെ എന്നുവെച്ചാൽ അവർക്കൊന്നും ഒരു പ്രശ്നവുമില്ല. അവര് പീപ്പിൾ പ്ലേസിങ് അല്ല, അവർക്ക് ആളുകൾ ഇപ്പൊ എന്ത് വിചാരിച്ചാലും ദേ ഡോണ്ട് ബോദർ അറ്റ് ഓൾ. അപ്പൊ അതുകൊണ്ട് അവര് കൃത്യമായിട്ട് അവരുടെ ഗോളിൽ ഫോക്കസ്ഡ് ആണ്. ആ ഫോക്കസ്ഡ് ആയതുകൊണ്ട് തന്നെ അവർക്ക് എന്താ പറയാ, അവർക്കത് സക്സസ് ആയിട്ട് അവർക്ക് അവരുടെ ലൈഫിനെ കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഡിസ്ട്രാക്ഷൻസ് എന്താണെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം. അതിപ്പോ മൊബൈൽ ഫോൺ ആവാം. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു സാധനമുണ്ട്, എന്നെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഒരു സാധനം മനോരമ ഓൺലൈനാണ്. ഞാൻ കുറെ കുറച്ചു കേട്ടോ. ഇപ്പൊ ഒരു 5 minutes 10 minutesലേക്കൊക്കെ മാറി. കാര്യം നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്തപ്പോൾ അതിനകത്ത് എന്തെങ്കിലും സ്റ്റക്ക് ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ അപ്പൊ തന്നെ ടൈപ്പ് ചെയ്യും മനോരമ.online.com. എന്നിട്ട് അതിനകത്തുള്ള ഏതെങ്കിലും ന്യൂസ് വായിക്കും, എന്റർടൈൻമെന്റ് ന്യൂസ് വായിക്കും, ഫിലിം ഇൻഡസ്ട്രിയിൽ എന്താ നടക്കുന്നത്. ന്യൂസ് വായിക്കുന്നത് നല്ലതല്ലെന്ന് വെച്ചാൽ ഇറ്റ്സ് ഗുഡ്. പക്ഷെ ആ ന്യൂസ് വായന എന്റെ ജോബിനെ ഡിസ്ട്രാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വെരി ബാഡ്. കാര്യം നമ്മൾ അറിയാനുള്ള ന്യൂസ് എന്തായാലും അറിയും. നമ്മളത് ഈ മെത്തേഡ്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അലോക്കേറ്റ് സം ടൈം ഫോർ എന്റർടൈൻമെന്റ്, അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. രണ്ടാമത് നമ്മളൊരു കാര്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്ക് വളരെ ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ മൈൻഡിനെ ഫീഡ് ചെയ്യുക എന്നുള്ളതാണ്. ഫീഡ് യുവർ മൈൻഡ് സ്റ്റിമുലേഷൻസ്. നമ്മൾ എന്താ പറയാ, അത് നമുക്ക് വിഷൻ ബോർഡ് സെറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ നമ്മുടെ ഗോളുകൾ എഴുതാം. ഇതൊക്കെ നമുക്ക്
കൃത്യമായിട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു എഴുത്തുകാരാണ് ജാക്ക് ആൻഫീൽഡും നമ്മുടെ ഇദ്ദേഹത്തിന്റെ പേര് എന്താണ്, അയ്യോ സോറി, ജാക്ക് ആൻഫീൽഡും മാർക്ക് വിക്ടർ ഹാൻസും. ഇതിൽ ജാക്കിന്റെ പുസ്തകങ്ങളാണ് ഞാൻ ഏറ്റവും കൂടുതൽ വായിച്ചിരിക്കുന്നത്. ഭയങ്കര രസമാണ് ഇവരുടെ പുസ്തകങ്ങൾ വായിക്കാൻ. ഇതെന്താണെന്നറിയോ, ഈ എന്നെ ഒരു ടൈമായിട്ട് റേസ് ആണ്. ഞാൻ 10 ഞാൻ പറഞ്ഞ 5 തീർക്കുന്നു, ഈ എന്നോട് മത്സരിക്കണം. അയ്യോ അപ്പൊ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അയ്യോ സോറി, അയ്യോ ഞാൻ വിചാരിച്ചു എന്നോട് പറയാം. ഓക്കെ, അപ്പം നമ്മള് ഈ ജാക്ക് ആൻഫീൽഡും മാർക്കിന്റെ ബുക്കാണ് ചിക്കൻ സൂപ്പ് ഫോർ ദി സോൾ. ഇത് ഇവരുടെ ഫസ്റ്റ് ബുക്കാണ്. ഈ ബുക്ക് എഴുതാൻ വേണ്ടി അവർ കണ്ടെത്തിയ ഏറ്റവും മാർഗം 2-3 കാര്യങ്ങൾ അവർ ചെയ്തു. നമുക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്തത്, ഒന്ന്, ഇതിന്റെ ഒരു പോസ്റ്റർ, ഇതുപോലൊരു പോസ്റ്റർ അവരുണ്ടാക്കിയിട്ട് അവരുടെ 2 പേരുടെ ഓഫീസിൽ വെച്ചു. ചിക്കൻ സൂപ്പ് ഫോർ ദി സോൾ എന്ന് പറഞ്ഞൊരു പോസ്റ്റർ വെച്ചിട്ട് എല്ലാ ദിവസവും ഇത് കാണും. അതിന്റെ മുകളിൽ അവർ എഴുതി ഇന്റർനാഷണൽ ബെസ്റ്റ് സെല്ലർ. അത് മാത്രമല്ല, ഇവര് ഈ പേര് ഇട്ട് തന്നെ ഇവര് പറഞ്ഞു വെച്ചാല് എല്ലാ ദിവസവും ഏകദേശം ഒരു 400 സമയം 400 പ്രാവശ്യമെങ്കിലും ഇവരുടെ മൈൻഡിനോട് പറയും, ഓക്കെ വി ആർ ഗോയിങ് ടു റൈറ്റ് എ എന്താ പറയുക ന്യൂയോർക്ക് ബെസ്റ്റ് സെല്ലർ ബുക്ക് ആൻഡ് വി ആർ ഗെറ്റിംഗ് ദ നെയിം. ഞങ്ങൾ 2 പേരിൽ ഒരാൾക്ക് നേരം വെളുക്കുമ്പോഴായിരിക്കും ഈ ഒരു പേര് കിട്ടുന്നത് എന്നുള്ള രീതിയിൽ ഇവര് മൈൻഡിന് ഇങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരുന്നു. എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പും പകൽ മുഴുവനും പറയും, ഓക്കെ വി ആർ ഗോയിങ് ടു ഗെറ്റ് വൺ ഓഫ് ദി ബെസ്റ്റ് നെയിം. അപ്പോ ഈ ഒരു ദിവസം മാർക്കിനാണ് വെളുപ്പിന് ഉറക്കത്തിൽ നിന്നാണ് ഒരു പേരിട്ടത് ചിക്കൻ സൂപ്പ് ഫോർ ദി സോൾ. ഇത് കുറെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ സ്റ്റോറീസ് ആണ്. അവൻ വിളിച്ച് ജാക്കിനെ വിളിച്ചു പറഞ്ഞു, അവർ 2 പേര് എക്സൈറ്റഡ് ആയിട്ട് അടിപൊളി പേരാണെന്ന് പറഞ്ഞു. അവരുടെ ഗൂസ് ബംസ് ഒക്കെ. പക്ഷെ ഇവരുടെ ഒരു അനുഭവം വായിച്ചാൽ ഭയങ്കര രസമാണ്. ഇവര് ഈ ബുക്ക് ഒന്ന് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര പബ്ലിഷേഴ്സിന്റെ അടുത്ത് പോയെന്നറിയോ. അവർ പറഞ്ഞു, ഇങ്ങനെ ആൾക്കാരുടെ സ്റ്റോറീസ് ഒന്നും ആരും വായിക്കില്ല, അത് ഒരു വൃത്തികെട്ട പേരും ചിക്കൻ സൂപ്പ് ഫോർ ദ സോൾ, എന്ത് ആത്മാവിന്റെ ചിക്കൻ സൂപ്പ്, ഇതൊന്നും ആരും വായിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. പക്ഷെ അവർക്ക് അവരുടെ ഇൻഡ്യൂഷനിലും അവരുടെ ഫോക്കസ് കറക്റ്റ് ആയിരുന്നു. അവർ എഴുതാൻ പോകുന്നത് ഇന്റർനാഷണൽ ബെസ്റ്റ് സെല്ലർ ബുക്കാണ്. അത് കൃത്യമായിട്ട് വിഷൻ ബോർഡിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ മൈൻഡിനോട് അവർ പറഞ്ഞിട്ടുണ്ട്, ഓക്കെ ദിസ് ഈസ് ദ ഇന്റർനാഷണൽ ബുക്ക്. ഫൈനലി വാട്ട് ഹാപ്പൻ, ഈ ഒരു ബുക്ക് കൊണ്ടാണ് ഇന്ന് അവർ ബില്യണയർ ആയിട്ട് ജീവിക്കുന്നത്, കോടികൾ ഉണ്ടാക്കിയവർ. കാര്യം ഇതായിരുന്നു ഫസ്റ്റ് ബുക്ക്. ഇതിന് ശേഷം ഇതിന്റെ 5-6 സീരീസ് വന്നു. ജാക്ക് വേറെ സെപ്പറേറ്റ് ബുക്ക് എഴുതി, മാർക്ക് വേറെ ബുക്സ് എഴുതി. സോ ദേ ആർ വെരി ഫോക്കസ്ഡ്. അപ്പൊ നമ്മൾ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വളരെ ഫോക്കസ്ഡ് ആയിരിക്കണം. ആ ഫോക്കസ്ഡ് മാത്രമല്ല, ആ ഫോക്കസ്ഡ് ആയിട്ടുള്ള നമ്മളുടെ ഡിസ്ട്രാക്ഷൻസിനെ നമ്മൾ ഒഴിവാക്കണം. ഒരേ കാര്യത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ ഈ ക്ലാസ് കഴിയുമ്പോൾ വേറെ ഒന്നും എടുത്തില്ലെങ്കിൽ പോലും ജസ്റ്റ് നിങ്ങൾ നമ്മുടെ ആൻഡ്രൂ കാർണിഗിയുടെ ലൈഫ് നിങ്ങളുടെ മനസ്സിലേക്ക് എടുക്കുക. ഐ ക്യാൻ ഫോക്കസ് ഫോർ 1 തിങ് ഫോർ 5 minutes. ദാറ്റ് ഇസ് ദ സീക്രട്ട് ഓഫ് മൈ സക്സസ് എന്ന് പറയുന്ന പോലെ 1 മിനിറ്റ് എങ്കിലും നമുക്ക് ഒരു കാര്യത്തിൽ ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ ഫോക്കസ് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. ഐ ആം ഓൾസോ പ്രാക്ടീസിങ് വിത്ത് യു. 1 മിനിറ്റ് എങ്കിലും നമ്മളൊരു ടൈം ഒക്കെ വെച്ചിട്ട് 5 മിനിറ്റ് ഒരു ചിന്തയില്ലാതെ കണ്ണടച്ചിരിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യത്തിൽ മാത്രം, ഇപ്പൊ നമ്മുടെ ഒരു ഡ്രീമാണ് ഒരു ബുക്ക് എഴുതണം, അല്ലെങ്കിൽ നമ്മളൊരു ഡ്രീമാണ് നമ്മൾ ഇത്രയും വെൽത്ത് ഉണ്ടാക്കണം. ക്യാൻ യു ഫോക്കസ് ഓൺ ദാറ്റ് ആൻഡ് ഡു സംതിങ്, then it will be good. എനിക്ക് തോന്നുന്നു സമയം ഓൾമോസ്റ്റ് അതിക്രമിച്ചു. 3 minutes ഞാൻ കൂടുതലെടുത്തു. നെക്സ്റ്റ് ക്ലാസ്സിൽ I will talk more about Silva meditation. That will help to focus more. നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ സിൽവ മെഡിറ്റേഷൻ ഉണ്ട്. ജോ സിൽവ എന്ന് പറഞ്ഞ ആള് ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കാനും നമ്മളൊരു ആൽഫ സ്റ്റേജിലേക്കൊക്കെ ഒരു കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ്. സോ റിലേറ്റഡ് ടു ദിസ് ടോപ്പിക് വി ക്യാൻ ഡിസ്കസ് ദാറ്റ് ഓൾസോ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. Thank you so much for supporting me. Mufida, over to you. താങ്ക് യു സോ മച്ച് ഓസ്റ്റിൻ സർ. നല്ലൊരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ തന്നെയായിരുന്നു. സോ ഫസ്റ്റ് ഇതിൽ ആരെങ്കിലും പുതിയ മെമ്പേഴ്സ്, ഇന്ന് ഞാൻ ഫസ്റ്റ് ടൈം ആണ് ജോയിൻ ചെയ്തിട്ടുള്ള, ഫസ്റ്റ് ടൈം ആണ് നമ്മുടെ ബിമാജിക്കില് സെഷൻസ് അറ്റൻഡ് ചെയ്യുന്നത് എന്നുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുക. നിങ്ങൾ ജസ്റ്റ് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു സെഷനിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ ജസ്റ്റ് പറയാം. അപ്പം അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? ഇല്ല എന്നുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമോ ഒന്നുകൂടെ ബെറ്റർ, പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ. ആരും ഇല്ലേ? പുതിയ ആളുകൾ ആരും ഇല്ല ഇന്ന്? ഞാൻ കുറെ പുതിയ മുഖങ്ങളെന്ന് കണ്ടു, പരിചയമില്ലാത്ത കുറെ പേരുകൾ.
അവർ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് കുറച്ച് പേര് കയറിയിട്ടുണ്ടായിരുന്നു, ജോയിൻ ചെയ്തവരുണ്ട്. ഓക്കെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിലവിലുള്ള ആളുകൾ ഫീഡ്ബാക്ക് പറയാവുന്നതാണ്. ഞാൻ വിളിക്കണോ വേണ്ടല്ലോ? നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കില്ലേ? മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ് സിന്ധു മാം. ഹായ് ഓസ്റ്റിൻ സാർ. ഹായ്. നല്ലൊരു സെക്ഷൻ ആയിരുന്നു ഒന്ന് എടുത്തത്. അതിൽ എനിക്കൊരു കാര്യം പറയാനുള്ളതേ, സാറ് ഒരു മിനിറ്റ് നമുക്കിപ്പോ മെഡിറ്റേഷന്റെ സമയത്തൊന്നും അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തിരിക്കാൻ പറ്റുമോന്ന് വെച്ചാൽ നമ്മൾ ശ്രമിച്ചാൽ പറ്റും. കാരണം ചില സമയത്തൊക്കെ അങ്ങനെ പറ്റാറുണ്ട്, ഒരു മിനിറ്റ് ഒക്കെ ഇരിക്കാൻ പറ്റാറുണ്ട്. പക്ഷെ അപ്പോഴേക്ക് മൈൻഡ് പിന്നെ മാറിപ്പോട്ടാ. അതുപോലെ തന്നെ എനിക്കൊരു സ്വഭാവമുണ്ട്, ഞാൻ രുദ്രാക്ഷമാല കൈപ്പിടിച്ചിട്ട് നാമം ചെല്ലാറുണ്ട്. എണ്ണീട്ട് 108 കുരുവിന്റെ രുദ്രാക്ഷമാല കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ എണ്ണിയിട്ട് നാമം ചൊല്ലും. ആ സമയത്ത് ഞാൻ മൊബൈൽ സൈലന്റ് ആക്കി വെക്കും. അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോ അതിലേക്ക് മാത്രം ലയിച്ചു പോവാറുണ്ട്. പക്ഷെ മെഡിറ്റേഷന്റെ സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് അത്രയും പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ അത് നടക്കുള്ളൂ, ഇല്ലെങ്കിൽ മനസ്സെന്തായാലും മാറിപ്പോവും. അപ്പോ നല്ലൊരു സെക്ഷൻ ആയിരുന്നു എടുത്തത്. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു. ഓക്കെ, താങ്ക് യു സിന്ധു മാം. താങ്ക് യു. നൗഫൽ സാർ പറഞ്ഞോളൂ. ഇന്നത്തെ സെക്ഷൻ നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു. സാർ പറഞ്ഞത് ആ കഥ പറഞ്ഞല്ലോ, അതിലെ കണ്ണുകളെ പറ്റിയൊക്കെ പറഞ്ഞത് നല്ലൊരു എക്സാമ്പിൾ ആയിരുന്നു. കാരണം നമ്മൾ ലക്ഷ്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യാന്നാണ് അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. കാരണം ആ കണ്ണ് കണ്ടാൽ മാത്രമേ നമുക്ക് ആ കിളീനെ അമ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ആ മരം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റില്ല. അപ്പൊ സാറ് പറഞ്ഞ മാതിരി നമ്മൾ ഒരുപാട് ചിന്തകളും ഒരുപാട് കാര്യങ്ങളും കാണുമ്പോൾ നമ്മൾ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തൂല, അത് തെന്നി വീഴും. അപ്പോൾ നല്ല ഒരു ഉദാഹരണത്തോടു കൂടി പറഞ്ഞ നല്ലൊരു ക്ലാസ് ആയിരുന്നു. പിന്നെ സാറ് പറഞ്ഞ പോലെ മൊബൈലിന്റെ അഡീഷൻ, നമുക്ക് ആവശ്യമില്ലാത്ത ആപ്പുകളൊക്കെ ഒരുപാട് റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ ഹൈഡാക്കി വെക്കുക, ആവശ്യമില്ലാത്ത സമയത്ത് മൊബൈൽ ഡേറ്റ ഓഫ് ആക്കി വെക്കുക. ഇപ്പോ ഗൂഗിൾ പേ അങ്ങനത്തെ കാര്യങ്ങൾക്ക് നമുക്ക് അത്യാവശ്യമായതുകൊണ്ട് അതൊന്നും ഒഴിവാക്കാൻ പറ്റും. അതേപോലെ വാട്സപ്പ്. അപ്പോ ഒരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് കഴിവതും ഫോൺ സൈലന്റ് ആക്കി വെക്കുക. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. കാരണം ഞാനത് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് പറയാണ്. ഈ ബുക്ക് കാണുന്നുണ്ടോ? ഡു ഇറ്റ് ടുഡേ എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട്, ഇന്ന് തന്നെ ചെയ്യുക. ഇതിൽ അതിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് മൊബൈൽ ഫോൺ തന്നെയാണ് നമുക്ക് ഒരുപാട് നമ്മുടെ ലക്ഷ്യങ്ങളിൽ എത്താൻ. ഒരു ബുക്ക് വായിക്കുമ്പോൾ തന്നെ നമുക്കൊരു മെസ്സേജ് വരും, അല്ലെങ്കിൽ എന്തെങ്കിലും കാണുമ്പോൾ അത് നോക്കും. പിന്നെ അതിന് ശേഷം അതിന് താഴെയുള്ളത് എനിക്ക് പഠനങ്ങൾ തന്നെ പറയുന്നത് ഒരു പോപ്കോൺ ഒരു സംഭവത്തെ കുറിച്ച് പറയുന്നത്. അതായത് നമ്മളെ തലച്ചോറ് തന്നെ ലക്ഷ്യത്തിൽ നിന്നും ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന പറയുന്നത്. അതായത് നമ്മളിപ്പോ ഒരു നല്ല ഹാപ്പിനെസ് ആയിട്ടുള്ള ഒരു വീഡിയോ കാണുമ്പോൾ സ്ക്രോൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു സാഡായി വരിക. അപ്പോൾ ഇത് നമ്മളെ മൈൻഡ് എന്താക്കും, ഒരു സെന്റിമെന്റൽ ലെവലിലേക്ക് പോകും. അപ്പൊ നമ്മളെ ചിന്തകൾ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് പെട്ടെന്ന് നല്ല മൂഡിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഡൗൺ ആവും. അതേപോലെ പേടിപ്പെടുത്തുന്ന വീഡിയോ ആയിരിക്കും ചിലപ്പോൾ അടുത്തത്. അങ്ങനെ നമ്മളെ തലച്ചോറ് ഇങ്ങനെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഒരു ബുക്കിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ഈ ഒരു ബുക്ക് പേര് നോട്ട് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. എല്ലാവർക്കും ഒരുപാട് ലക്ഷ്യങ്ങൾ പിന്നെ നേടണമെന്ന് താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ സാർ പറഞ്ഞ ഈ അവസ്ഥകളിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ പറ്റുന്ന ഒരു ബുക്കാണ് ഇത് വായിച്ചാൽ. അപ്പോൾ നല്ലൊരു സെഷൻ ആയിരുന്നു. താങ്ക് യു. താങ്ക് യു നൗഫൽ സർ ഫോർ റെക്കമെൻഡിംഗ് ദാറ്റ് ബുക്ക്. ഞാൻ വായിച്ചിട്ടുണ്ട്. ഇറ്റ്സ് എ വണ്ടർഫുൾ ബുക്ക്. ഡു ഇറ്റ് ടുഡേ. നല്ലൊരു പുസ്തകമാണ്. ഓക്കെ, താങ്ക് യു നൗഫൽ സർ. താങ്ക് യു സോ മച്ച്. ഇനി ആരാ? ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഓക്കെ. നെറ്റ്വർക്കിന് എന്തോ ഒരു ചവിട്ടുനാടകം ഉണ്ട് ഇവിടെ, അതുകൊണ്ടാണ് ചോദിച്ചത്. അപ്പൊ എന്തായാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഒരു ഗുരുവിനോട് ശിഷ്യന്മാർ ചോദിച്ചു, നിങ്ങൾ എന്തൊക്കെയാണ് ഞങ്ങൾക്ക് തരാൻ സാധിക്കുക, ഞങ്ങൾക്ക് എന്താണ് തരാൻ സാധിക്കുക എന്ന് ചോദിച്ചപ്പോ ഗുരു പറഞ്ഞു, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചു. നിങ്ങൾക്ക് വേണ്ടത് എന്താണ് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, ഞങ്ങൾക്ക് അറിവാണ് വേണ്ടത്. എന്തിനെ കുറിച്ചുള്ള അറിവാണ് വേണ്ടത് ചോദിച്ചപ്പോ ഒരു ശ്വാസം, ആ ശ്വാസത്തെ കുറിച്ചുള്ള അറിവാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്നാണ് ഗുരുവിനോട് പറഞ്ഞത്. അപ്പൊ ഗുരു പറഞ്ഞു, 3 വർഷം എന്റെ കൂടെ ജീവിക്കേണ്ടി വരും എന്നാണ് പറഞ്ഞത്. 3 വർഷം എന്റെ കൂടെ ജീവിക്കേണ്ടി വരും ഒരു ശ്വാസത്തെ കുറിച്ച് പഠിക്കാൻ.
അപ്പോ നമ്മള് മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ശ്വാസമാണ്. അപ്പൊ ആ ശ്വാസത്തെ കുറിച്ച് പഠിക്കാനാണ് ഇത്രയും വർഷം കാത്തിരിക്കുന്നത്. എന്തായാലും ഒരൊറ്റ ശ്വാസം മതി മെഡിറ്റേഷൻ പൂർണ്ണമാകാന്. അത് വേറെ വിഷയമാണ്. അപ്പൊ നമ്മൾ ഈ പഠിച്ചു വരുമ്പോ ഇതിന്റെയൊക്കെ മൈന്യൂട്ട് പോയിന്റിലേക്ക് എത്താൻ സാധിക്കും. പിന്നെ ഒന്ന് രണ്ടാമത് നമ്മളെ നൗഫൽ സാർ പറഞ്ഞ ഒരു സംഭവം ഉള്ളതാണ് കേട്ടോ. അത് ഇപ്പൊ ഒരുപാട് ടെസ്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. നമ്മൾ സാധാരണ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു ഏരിയ ഉണ്ട്. ചില ആളുകൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഛർദിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഛർദിക്കുന്നത് ഇത് ഇത്തരം ഒരു സംഭവമാണ്. അതായത് ഇവരെ മൈൻഡ് പറയും ഞാനൊരു സ്ഥലത്ത് ഇരിക്കുകയാണ്. അത് സത്യല്ലേ? ഞാനൊരു സ്ഥലത്ത് ഇരിക്കുകയാണെന്ന് മൈൻഡ് പറയും. പക്ഷെ കണ്ണ് അല്ല, ഞാൻ യാത്രയിലാണ്. അതും സത്യല്ലേ? അയാൾ യാത്രയിലല്ലേ? അപ്പൊ ഈ രണ്ട് സത്യങ്ങൾ തമ്മിലുള്ള പൊരുത്തക്കേടുകളാണ് ഈ ഛർദിക്ക് കാരണം എന്നാണ് ശാസ്ത്രം കണ്ടുപിടിച്ചത്. അപ്പൊ ഇതുപോലെ ഒരു പെട്ടെന്നുണ്ടാകുന്ന ഒരു സാഡ്, ഒരു ഹാപ്പിനെസ്, ഇതെല്ലാം മിക്സായി വരുമ്പോൾ നമ്മുടെ തലച്ചോറ് ഒരു പോപ്കോൺ പോലെ നമ്മൾ ചോളപ്പൊരിക്ക് ഉണ്ടാക്കലില്ലേ, തിയേറ്ററിലൊക്കെ കാണുന്നില്ലേ, അതിൽ പൂരപറമ്പിലൊക്കെ, അതുപോലെ പൊട്ടിത്തെറിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നുണ്ട് എന്ന് പരീക്ഷണങ്ങളിൽ തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ട് കേട്ടോ. വേറെ കാര്യം, നമ്മൾ കൗൺസിലിംഗ്, എല്ലാവരും കൗൺസിലിംഗ് പഠിക്കണം. ഇപ്പോ മറ്റുള്ളവരെ സാന്ത്വനപ്പെടുത്താനുള്ള കഴിവുകൾ നേടിയെടുക്കണം. കാരണം നമ്മുടെ മുമ്പിൽ ഒരുപാട് വിഷയങ്ങൾ വരാനിരിക്കുന്നുണ്ട്. നമ്മൾ അതിന് സജ്ജവുമാണ്. സജ്ജമായ ഒരു ടീം ഉണ്ട് ഇവിടെ. അപ്പൊ അത് ആ കൂട്ടത്തിലൊക്കെ ചേരുക നല്ലതാണ്. ഫ്രീ ആണ്, പൈസ ഒന്നും ഇല്ല, ഒക്കെ ആർക്കും ചേരാവുന്നതാണ്. അതിന്റെ ഒരു മാർച്ചില് തൃശ്ശൂർ വെച്ചൊരു പ്രോഗ്രാം നടക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് ഫ്രീ ആവില്ല, നല്ല പൈസ ആക്കാരും. എന്തായാലും പറ്റുന്നവരൊക്കെ ചേരാം. താങ്ക് യു. അതിന് പൈസ പറഞ്ഞാൽ നമുക്കല്ല പൈസ ഇട്ടോ, ചാരിറ്റിക്കാണ്. എനിക്ക് പൈസ ഇട്ടുന്ന പരിപാടി ഇല്ല. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു റസാഖ് സാർ. ഇനി ആരെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ്, ഇന്നത്തെ സെഷൻ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ചോദിക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് ആവാം. ടൈം ഓൾമോസ്റ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. സോ പെട്ടെന്ന്. ആരുമില്ല? സാർ, ഗുഡ് മോർണിംഗ് സർ. നല്ല ക്ലാസ് ആയിരുന്നു സാറേ. നമുക്ക് പറഞ്ഞ പോലെ നവോൽ സാറൊക്കെ പറഞ്ഞതുപോലെ തീവ്രമായ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് പെട്ടെന്ന് ഡിസ്ട്രാക്ട് ആവില്ല. സത്യമാണത്. അതിന് ഒരു ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. കൊണ്ടലായിട്ട് സൈഡ് എടുക്കണം സാറേ. ഈ പ്രണയത്തിൽ ഇരിക്കുന്ന ആൾക്കാര് എന്റെ പങ്കാളിയെ കുറിച്ച് മാത്രമേ ചിന്തിക്കുള്ളൂ. ആ സമയത്ത് അവരുടെ ഒരു ഡിസ്ട്രാക്ഷനും ഇല്ല. 1 മിനിറ്റ് അല്ല, 10 മിനിറ്റോ 15 മിനിറ്റ് ആയാലും ശരി, തിങ്ക് അബൌട്ട് ദാറ്റ് പേഴ്സൺ ഓൺലി. അത് ശരിയൊരു അതുപോലത്തെ ആ തീവ്രമായ ആഗ്രഹം നമ്മുടെ ലക്ഷ്യത്തിലേക്ക് അതാ നമുക്ക് ഉണ്ടെങ്കിൽ യു ക്യാൻ അച്ചീവ് ഇറ്റ്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച് വിൻസെന്റ് സർ. താങ്ക്സ് അലോട്ട്. താങ്ക് യു വിൻസെന്റ് സർ. താങ്ക് യു സോ മച്ച്. മണി സർ. മാജിക് മോർണിംഗ് സർ. നല്ലൊരു സെഷനായിരുന്നു. നമ്മള് എന്ത് കാര്യവും നടക്കാതെ പോകുന്നത് മെയിനായിട്ട് ഈ ഡിസ്ട്രാക്ഷൻസ് ഉള്ളതുകൊണ്ട് കൊണ്ടാണ്. അപ്പൊ അത് പോയിട്ട് നമ്മൾ ഫോക്കസ്ഡ് ആയാൽ, നമ്മളെ എയിമിലേക്ക് ഷാർപ്പ് ആയിട്ട് നമ്മൾ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്താൽ നമുക്ക് കാര്യങ്ങൾ നേടാൻ പറ്റും. അപ്പൊ അതിന് സാറ് വളരെ നല്ല എക്സാമ്പിൾ ആണ് എന്ന് പറഞ്ഞു തന്നത്. അർജുന്റെ കാര്യമായാലും ശരി, നമ്മളെ പൊട്ടക്കടത്തിലെ തവളേന്റെ കാര്യമായാലും, അതുപോലെ ഈ ചിക്കൻ സൂപ്പിന്റെ ആ സ്റ്റോറി വളരെ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നമ്മള് എന്താണോ നമ്മൾ എയിം, അതിലേക്ക് ഫോക്കസ്ഡ് ആയിരിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ മനസ്സിനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതും സാറ് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഇത്തരം നല്ലൊരു ക്ലാസ് ആയിരുന്നു. നമുക്ക് ഈ ജീവിതത്തിൽ അച്ചീവ് ചെയ്യേണ്ട കാര്യം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. സ്റ്റേ ഫോക്കസ്ഡ് ആണ്, എയിം കറക്റ്റ് ആയിരിക്കണം, ഷാർപ്പ് ആയിരിക്കണം എന്നുള്ളതാണ് സാർ പറഞ്ഞത്. പിന്നെ ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഡു ഇറ്റ് നൗ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ക്ലാസ് സാർ എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് തോന്നുന്നുണ്ട്. എടുത്തിട്ടുണ്ട്. അല്ലേ? ഈ ബുക്കിനെ ബേസ് ചെയ്തിട്ട് എടുത്തിരിക്കുന്നത്. സാർ ഇംഗ്ലീഷിലാണ് പറഞ്ഞിട്ടുണ്ടാകുക. ഇംഗ്ലീഷിലാണോ? ഡു ഇറ്റ് നൗ എന്ന്? യെസ്, എനിക്ക് ഓർക്കുന്നില്ല ഏത് ലാംഗ്വേജിലാണ്, പക്ഷെ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട് ആ ബുക്കിനെ ബേസ് ചെയ്തിട്ട്. എനിക്കൊരു ഡൗട്ട് മുമ്പ് കേട്ട
ഒരു ഓർമ്മയാണ്. ഏതായാലും നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു വെരി മച്ച് സാർ. താങ്ക് യു സോ മച്ച്. സാറിനോട് ഒരു സജഷൻ കൂടി പറയാനുണ്ടായിരുന്നു. പറയൂ. അടുത്ത പ്രാവശ്യത്തെ പോലെ ക്ലാസ് ഉണ്ടെങ്കിൽ ഇപ്പൊ സാർ പറഞ്ഞ പോലെ ഇങ്ങനെ ക്ലാസിന്റെ റിവ്യൂ ബുക്കിന്റെ റിവ്യൂ എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞാണ്. ദ മോങ്കൂസ് സോൾഡീസ് ഫെറാറി എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട്. അതും കൂടി ഇവിടെ നെക്സ്റ്റ് ടൈമിൽ ക്ലാസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഉപകാരപ്പെടുമായിരുന്നു. കാരണം ലക്ഷ്യങ്ങളും ഗോളുകളെ കുറിച്ചൊക്കെ ഒരു കഥ പോലെ പറയുന്ന ഒരു കഥയാണ്. സാറിന് നല്ല രീതിയിൽ അവതരണം ഉള്ളതുകൊണ്ട് അത് എടുക്കാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല. കാര്യം വെച്ചാൽ ഞാൻ 3 പ്രാവശ്യം എടുത്തതാണ്. ഞാനൊരു ഏകദേശം ഒരു 3-4 പ്ലാറ്റ്ഫോമിൽ എടുത്ത് അതിന്റെ എന്താ പറയാ കുറെ നല്ലൊരു ഫീഡ്ബാക്സ് കിട്ടിയ ഒരു സാധനമാണ്. ഞാനൊരു 3 വർഷം മുമ്പ് എടുത്തതാണ്. ഇപ്പോഴും സാർ എടുത്ത് ഞാൻ ഓർക്കുന്നുണ്ട്. റോബിൻ ശർമ്മയാണ്. നല്ലൊരു ബുക്കാണ്. പക്ഷെ അത് ഒരുപാട് സ്ഥലത്ത് കോട്ട് ചെയ്യാനൊക്കെ അടിപൊളി സാധനമാണ്. ആളുകൾക്കൊക്കെ പുതുതായിട്ട് വന്ന ആളുകൾക്കൊക്കെ താങ്ക് യു. നല്ലൊരു ബുക്കാണ് നോഫൽ സർ. ഓക്കെ, താങ്ക് യു മണി സർ. നമുക്ക് കേൾക്കാം. ഓക്കെ, ബഷീർ സർ എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഓക്കെ, നാട്ടിലെത്തിയോ സർ? ഇല്ല. ഇപ്പൊ എവിടെയാ ബഷീർ സർ? എവിടെയാ? ഞാൻ ബാംഗ്ലൂരാണ്. ഓ, ബാംഗ്ലൂർ എന്ന് വരെ ഉണ്ട്? ബാംഗ്ലൂരിൽ ഈ ആഴ്ച ഉണ്ടാവും. ശനിയാഴ്ച വരെ ഉണ്ടാവും? ചിലപ്പോ ശനിയാഴ്ച ഉണ്ടാകാൻ പ്രയാസം. വെള്ളിയാഴ്ച ഞാൻ നോക്കുന്നു. ശനിയാഴ്ച എനിക്ക് അവിടെ നാട്ടിൽ പരിപാടി ഉണ്ടാവും. ഞാൻ വരുന്നുണ്ട്. വ്യാഴാഴ്ച രാത്രി കയറും, വെള്ളിയാഴ്ച രാവിലെ അവിടെ ഉണ്ട്, ശനിയാഴ്ച വൈകിട്ട് പോകും. വിളിക്കാം. ഞാൻ വെള്ളിയാഴ്ച വിളിക്കാം. അതെ, ഓക്കെ. അപ്പം ഇനി ആരും ഫീഡ്ബാക്ക് ഒന്നും പറയാനില്ല. എല്ലാരും സംസാരിച്ച് ഓൾമോസ്റ്റ് ആളുകളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. സോ ഇനി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലെ? അപ്പം ഇന്ന് നല്ലൊരു സെഷൻ എടുത്ത ഓസിൻ സാറിനും അതുപോലെ തന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാ മാജിക് മെമ്പേഴ്സിനും താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നിങ്ങൾ ഈ ഒരു കമ്മ്യൂണിറ്റി ഫ്രീ ആക്കിയ കാര്യം നിങ്ങൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് മാക്സിമം ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുക. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളോട് ഗൂഗിൾ ഫോം ഫിൽ ചെയ്യാൻ പറയാം. ഓക്കെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.